ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണല്ലോ നല്ലൊരു ഭരണ സംവിധാനം എന്നത്. ചരിത്രം പരിശോധിച്ചാൽ ധാരാളം സാമ്രാജ്യങ്ങൾ പോലും നല്ലൊരു ഭരണ സംവിധാനം ഇല്ലാത്തതിനാൽ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ 1624 ഛത്രപതി ശിവാജി മഹാരാജാവ് അദ്ദേഹത്തിന്റെ മറാത്ത സാമ്രാജ്യത്തിൽ നിർമ്മിച്ച അഷ്ടപ്രധാൻ എന്ന ഭരണ സംവിധാനം ഏറെ അംഗീകാരം ലഭിച്ച ഒന്നാണ്. അഷ്ടപ്രധാൻ എന്നത് ശിവാജി മഹാരാജാവ് രൂപീകരിച്ച 8-അംഗ മന്ത്രിസഭയാണ്. ഭരണകാര്യങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരമായിരുന്നു ഇത്. ഓരോ മന്ത്രിമാർക്കും ഓരോ പ്രത്യേക വകുപ്പുകളിലൂടെ ചുമതല നൽകിയിരുന്നു. ഇത് അധികാര വികേന്ദ്രീകരണത്തിന് സഹായിക്കുകയും ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്തു. അഷ്ടപ്രധാൻ സഭയിലെ മന്ത്രിമാരെന്നത് ഇപ്രകാരമുള്ളവരാണ്. പേശ്വ അഥവാ പ്രധാനമന്ത്രി എന്നത് സാമ്രാജ്യത്തിന്റെ പൊതുഭരണം, സാമ്പത്തിക കാര്യങ്ങൾ, സൈനിക കാര്യങ്ങൾ എന്നിവയുടെ ചുമതല വഹിച്ചിരുന്നു. രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു ഇത്. അമാത്യ അഥവാ ധനകാര്യ മന്ത്രി എന്നത് രാജ്യത്തിന്റെ വരുമാനവും ചിലവും നിയന്ത്രിക്കുകയും കണക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. സജീവ അഥവാ സെക്രട്ടറി എന്നത് രാജകീയ കത്തുകളും ഔദ്യോഗിക രേഖകളും തയ്യാറാക്കുകയും അവയുടെ സൂക്ഷിപ്പ് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. മന്ത്രി അഥവാ ആഭ്യന്തരമന്ത്രി എന്നത് രാജകൊട്ടാരത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ, ചാരവൃത്തി, ക്രമസമാധാനം എന്നിവയുടെ ചുമതല വഹിച്ചിരുന്നു. സുമന്ത് അഥവാ വിദേശകാര്യമന്ത്രി വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുകയും സമാധാന ഉടമ്പടികൾ, യുദ്ധകാര്യങ്ങൾ എന്നിവയിൽ രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. സേനാപതി അഥവാ സൈന്യാധിപൻ എന്നത് സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും യുദ്ധങ്ങളിൽ സൈന്യത്തെ നയിക്കുകയും ചെയ്തിരുന്നു. പണ്ഡിത് റാവു അഥവാ പുരോഹിതൻ എന്നത് മതപരമായ കാര്യങ്ങളും ആചാരങ്ങളും നിയന്ത്രിക്കുകയും ദാനധർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ന്യായാധ്യക്ഷ അഥവാ മുഖ്യ ന്യായാധിപൻ എന്നത് നീതിന്യായ വ്യവസ്ഥയുടെ ചുമതല വഹിക്കുകയും രാജകീയ കോടതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അഷ്ടപ്രധാൻ എന്ന ഭരണ സമ്പ്രദായം ഒരു മികച്ച ഭരണ മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഇത് മറാത്ത സാമ്രാജ്യത്തിന്റെ ഭരണത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ വ്യവസ്ഥയിലൂടെ ഛത്രപതി ശിവാജി മഹാരാജാവ് ശക്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ജനങ്ങൾക്ക് നീതിയും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തു.